ഹായ് ഫ്രണ്ട്സ്, SRT സീരീസിൽ അടുത്ത് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യലിലെ ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. LDC LGS എക്സാമായി ബന്ധപ്പെട്ട് അനവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്. LDC എക്സാമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. ആവശ്യക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട്. കാലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ഈ ഒരു കുറിപ്പ് കാലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ളതാണ് പറഞ്ഞത്. കാലത്തിനനുസരിച്ച് പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങൾ അനവധിയാണ്. കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമർന്ന സകലതും മഞ്ഞുമൂടുന്ന കാലമാണ് ശൈത്യകാലം. ശൈത്യകാലം പിൻവാങ്ങുന്നതോടെ പുൽനാമ്പുകളും തലപ്പുകളും മെല്ലെ മെല്ലെ വീണ്ടും പച്ചയണിയുന്നു. നാനാവർണ്ണങ്ങളിൽ ഇലകളും പൂക്കളുമായി വസന്തം വന്നണയുന്നു. വസന്തത്തിൻ്റെ തേരോട്ടത്തിന് അവധി നൽകിക്കൊണ്ട് വേനൽക്കാലം വന്നെത്തുന്നു. കനത്ത വേനൽച്ചൂട് ആശ്വാസമേക്ക് വീണ്ടും മഴക്കാലം. അപ്പോൾ അതങ്ങനെ ഒരു ഋതുഭേദങ്ങൾ മാറി മാറി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലേ? അപ്പോൾ ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്? സൗരോർജ്ജ ലഭ്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. അപ്പോൾ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളെ പ്രധാന സവിശേഷത. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ട് ചെരിവുമാണ്. അപ്പോൾ ഭ്രമണം, അതുതന്നെ പരിക്രമണം നമുക്കറിയാം. അപ്പോൾ ഭൂമിയുടെ പരിക്രമണമാണ് ഇതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത, അതായത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ഉള്ളത്. ഇതിലൂടെ ഭൂമി ആരെ ചുറ്റുന്ന? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഭൂമി സൂര്യനെ വലം വയ്ക്കുക ചെയ്യുക. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഓക്കെ, ഭൂമി ആരെ വലം വയ്ക്കുന്നു? സൂര്യനെ വലം വയ്ക്കുന്നു. ഓക്കെ, ഇതിനെ ആണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഓക്കെ, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. വൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ, ഇലക്ട്രിക്കൽ ഓർബിറ്റിലൂടെ. ഇതിനെ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചെരിവ് എന്ന് പറയുന്നത് 66 ഡിഗ്രിയാണ്. എന്നാൽ ലംബതലത്തിൽ അത് 23 ഡിഗ്രി. ലംബതലത്തിലാണെങ്കിൽ 23 ഡിഗ്രിയും, അതായത് ലംബതലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലംബം വരച്ചത് ഇതാണെങ്കിൽ 23 ഡിഗ്രിയും, എന്നാൽ ഇതാണെങ്കിൽ 66 ഡിഗ്രിയുമാണ് അതിൻ്റെ ചെരിവ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി ചെരിവുണ്ടെന്നും അതുപോലെ തന്നെ ലംബതലത്തിൽ 23 ഡിഗ്രിയാണ് ചെരിവെന്നും നമുക്കറിയാം. ഓക്കെ, ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തര അല്ലെങ്കിൽ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത് ഓർത്തിരിക്കുക. ഇനി സൂര്യനും ഭൂമിയും അടുത്തും അകലും. അപ്പോൾ ജനുവരി 3 എന്ന് പറയുന്നൊരു ഡേറ്റും ജൂലൈ 4 എന്ന് പറയുന്ന ഡേറ്റും നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ജനുവരി 3-ന് സൂര്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന സൂര്യൻ അടുത്താണ്. അതാണ് പെരിഹീലിയൻ. ഓക്കെ, ഒരു പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നു. അതാണ് റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ പരിക്രമണം വയ്ക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഭൂമി സൂര്യനോട് അടുക്കുന്നു, മറ്റേ സൂര്യൻ ഭൂമിയിൽ നകന്നു പോകുന്നു. അങ്ങനെ അടുത്ത് വരുന്ന അവസ്ഥയാണത് പെരിഹീലിയൻ എന്ന് പറയുന്നത് സംഗതി. അപ്പോൾ ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനുള്ള അകത്തെ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങൾ യഥാക്രമം എന്താണ്? പെരിഹീലിയൻ, അതിന് അപ്പിഹീലിയൻ. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിയൻ. 147 ദശലക്ഷം കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജനുവരി 3. ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നതാണ് ജനുവരി 3-ന് 147 ദശലക്ഷം കിലോമീറ്ററാണ്. ഇനി ഭൂമിയും സൂര്യനും അകലെ വരുന്ന ദിവസമാണ് അപ്പിഹീലിയൻ. അത് 152 ദശലക്ഷം കിലോമീറ്റർ, 152 ദശലക്ഷം കിലോമീറ്ററാണ്, ഓർത്തിരിക്കുക. അപ്പോൾ പെരിഹീലിയൻ, അപ്പിഹീലിയൻ 2 ദിവസം സൂര്യനും ഭൂമി അടുത്ത് വരുന്നത് പെരിഹീലിയൻ, മറ്റ് സൂര്യനും ഭൂമിയും ദൂരെ വരുന്നത് അപ്പിഹീലിയൻ. ഇതിൻ്റെ ഡിസ്റ്റൻസ് 147 ദശലക്ഷം കിലോമീറ്ററാണ്, മറ്റേത് 152 ദശലക്ഷം കിലോമീറ്റർ, ഓർത്തിരിക്കുക. ഇനി നമുക്ക് അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഓക്കെ, ചിത്രം 1.2 നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. നോക്കേ, അപ്പോൾ ഓരോ ദിവസങ്ങൾ പറയണ്ടേ? മാർച്ച് 21, ജൂണിലെ, സെപ്റ്റംബറിലെ, ഡിസംബറിലൊക്കെ ഈ അച്ചുതണ്ടിൻ്റെ ചെരിവ് എങ്ങനെയാണ് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23 ഡിഗ്രി വടക്ക്, ദക്ഷിണായനരേഖയ്ക്ക് 23 ഡിഗ്രി തെക്ക് ഇവിടേക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരായന രേഖ, അപ്പോൾ ഇത് ഭൂമധ്യരേഖ. ഓക്കെ, ഇതാണ് ഉത്തരായന രേഖ. ഓക്കെ, ഇത് ദക്ഷിണായന രേഖ വിചാരിക്കുന്നത്. ഇവിടെ വേറെ ഇത് കൂടി ഉണ്ട്. അപ്പോൾ ഇത് 0 ഡിഗ്രി, ഇത് 23 ഡിഗ്രി. ഇതാണ് ഉത്തരായന രേഖ, ഇതാണ് ദക്ഷിണായന രേഖ, ഇത് ഭൂമധ്യരേഖ. ഈ 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖ. ഇത് 23 ഡിഗ്രി നോർത്ത്, ഇത് 23 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവും. ഇങ്ങനെയാണ് സൂര്യൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, വീണ്ടും ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ.
വീണ്ടും ദക്ഷിണായനരേഖ ഭൂമധ്യരേഖ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. ക്ലിയറാണ്. അപ്പോൾ സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ സൂര്യൻ്റെ അയനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് ഡാഷാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും വരാം. സൂര്യൻ്റെ അയനമാണ് ചോദ്യം വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഒരു പരിക്രമണ കാലത്തിൽ ഒരു വർഷത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിൽ 4 സ്ഥാനങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടത്ത് ചൂട് പൊതുവെ കൂടുതലായിരിക്കും, ചെരിഞ്ഞിടത്ത് ചൂട് കുറവായിരിക്കും. സൂര്യൻ്റെ അയനവും ഋതുക്കളും. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ ഋതുക്കൾ മാറി മാറി വരുന്നുണ്ട്, ചക്രീയമായി ആവർത്തിക്കുന്നുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാറില്ല. ഇവിടെ നോക്ക്, മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായല്ലോ. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം. അപ്പോൾ നേരെ മുകളിലാണെങ്കിൽ എവിടെ സൂര്യൻ ഭൂമധ്യരേഖ, അതായത് നമ്മുടെ ഈ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്ന 2 ദിവസങ്ങളുണ്ട്. ഒന്ന് മാർച്ച് 21, 2 സെപ്റ്റംബർ 21. ഇതാണ് ഈക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മാർച്ച് 21, സെപ്റ്റംബർ 21 എന്നീ ദിനങ്ങൾ, ഈ 2 ദിവസത്തെ ചോദ്യമാണ്. മാർച്ച് 21, സെപ്റ്റംബർ 21 ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ രണ്ടും അർദ്ധഗോളങ്ങളിലും രാത്രിയിലും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ സമരാത്രി ദിനങ്ങൾ അല്ലെങ്കിൽ ഈക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മാർച്ച് 21, സെപ്റ്റംബർ 21 ഈക്വിനോക്സ്. ഓക്കെ, സമരാത്രി ദിനങ്ങൾ തുല്യ ദിനരാത്രങ്ങളായിരിക്കും അഥവാ വിഷുവങ്ങൾ, ഈക്വിനോക്സ് എന്നറിയപ്പെടുന്നു. ഇനി മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്യുന്നു. വടക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാർച്ച് 21 മുതൽ മാർച്ച് 21 ഇവിടെയാണ്. സെപ്റ്റംബർ 21 ഇവിടെ അടുത്ത് ഇങ്ങോട്ട് പോകും. ഓക്കെ, മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21. അപ്പോൾ ജൂണിൽ ഇതിൻ്റെ സ്ഥാനം എവിടെയാണ് 23 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയിലാണ്. ഓക്കെ, ഉത്തരായന രേഖ 23 ഡിഗ്രി എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോളിസൈഡ്സ് എന്ന് പറയുന്നു, അയനാന്തം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ഈ ദിനത്തിലാണ്. ഏത്? ജൂൺ 21. ഓക്കെ, മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് 23 ഡിഗ്രി മുകളിലെത്തുന്നു. ഓക്കെ, ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദിവസം ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്ന ഈ ദിനത്തിലാണ്, ജൂൺ 21. ഓക്കെ, അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് വസന്തകാലമായിരിക്കും. ഓർത്തിരിക്കുക. ഇതൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വസന്തകാലമായിരിക്കും. ഇനി അടുത്ത് എന്താ പറയാനുള്ളത്? വസന്തകാലം ആയിരിക്കും. ഇനി ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്ക് മാറ്റത്തിൻ്റെ കാലമാണ്. ചെടികൾ തളർക്കുന്നതും അതുപോലെ തന്നെ പുഷ്പിക്കുന്നതും ഒക്കെ. ഓക്കെ, ഇനി മാവ് പൂക്കുന്നതും പ്ലാവുകൾ ചക്ക ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വസന്തകാലത്തിൻ്റെ സവിശേഷതയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ചെയ്യുന്ന സൂര്യൻ. ഓക്കെ, അപ്പോൾ ജൂൺ 21 മുതൽ ഇപ്പോൾ സൂര്യൻ ഭൂമധ്യരേഖ ഇവിടെയാണ് സൂര്യൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ജൂൺ 21 ഇങ്ങോട്ട് മൂവ് ചെയ്യും. എവിടേക്ക്? ഭൂമധ്യരേഖ. ഇവിടെ സെപ്റ്റംബർ 23 എത്തും. ഓക്കെ, ജൂൺ 21 ആട്ടത്. അപ്പോൾ ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ചെയ്ത് ആരംഭിക്കുന്നു. സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖ, അതായത് ഇവിടെ 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ എത്തുന്നു സെപ്റ്റംബർ 23. ഓക്കെ, ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് 23 ഡിഗ്രി തെക്ക് നോർമലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തം എന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഗ്രീഷ്മകാലം. അല്ലെങ്കിൽ ഹ്രസ്വമായിട്ടുള്ള പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തം. ഇതൊക്കെ പറയുന്നൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് വായിച്ചു കൊടുന്നേ ഉള്ളൂ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് കാലം പറഞ്ഞു? വസന്തകാലം കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വേനൽക്കാലത്ത് തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തേക്ക് വീണ്ടും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണ്? വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിൻ്റെ മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തകാലം. ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യുന്നു. ഓക്കെ, മരങ്ങൾ പൊതുവെ ഇല പൊഴിയുന്ന കാലമാണിത്. വരാനിരിക്കുന്ന വരണ്ട ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പ് ആണ് ഈ ഇല പൊഴിയൽ. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് മാർച്ച് 21 വീണ്ടും ഭൂമധ്യരേഖയിലെത്തുന്നു. ഈ കാലയളവ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ
ഇതാണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർച്ച് 21 സൂര്യൻ. ഓക്കെ, നോക്ക്, 3 രേഖകൾ. ഇത് ഭൂമധ്യരേഖ, ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. ഇത് 0 ഡിഗ്രി, ഇത് 23 ഡിഗ്രി നോർത്ത്, ഇത് 23 ഡിഗ്രി സൗത്ത്. ഇത് ഉത്തരായന രേഖ കേട്ടോ, ഉത്തരായന. അപ്പോൾ മാർച്ച് 21 സൂര്യൻ ഇവിടെയാണ്, ജൂൺ 21 ഇങ്ങോട്ട്. ഓക്കെ, ഉത്തരായന രേഖയിലേക്ക്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ വസന്തം. ഉത്തരാദിത്ത കോളത്തിൽ എന്തായിരിക്കും? ഉത്തരാദിത്ത കോളത്തിൽ വസന്തമായിരിക്കും. വസന്തം. ഓക്കെ, വസന്തം. ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഉത്തരാദിത്ത കോളത്തിൽ ഗ്രീഷ്മം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണരേഖയിലേക്ക് അവിടെ എന്താണ്? അവിടെ ഹേമന്തം. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എവിടേക്കാണ്? ദക്ഷിണരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് അവിടെ ഉത്തരാദിത്ത കോളത്തിൽ നിന്നാണ് ശൈത്യമാണ്. ഇത്ര ഓർത്താൽ മതി. ഓക്കെ, ഇനി ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഋതുക്കളെ 4 നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ നമുക്ക് ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് ഏതാണ്? ജനുവരി ഫെബ്രുവരി ശിശിരകാലം. ഓക്കെ, ജനുവരി ടു ഫെബ്രുവരി ശിശിരകാലം. ഓക്കെ, ദെൻ മാർച്ച് ഏപ്രിൽ വസന്തകാലം, മെയ് ജൂൺ ഗ്രീഷ്മകാലം, ജൂലൈ ഓഗസ്റ്റ് വർഷകാലം, സെപ്റ്റംബർ ഒക്ടോബർ ശരത് കാലം, നവംബർ ഡിസംബർ ഹേമന്തകാലം. അങ്ങനെ 6 സീസൺ നമുക്ക് കാണാം. 6. ഒന്ന് ജനുവരി ഫെബ്രുവരി ശിശിരകാലം, മാർച്ച് ഏപ്രിൽ വസന്തകാലം, മെയ് ജൂൺ ഗ്രീഷ്മകാലം, ജൂലൈ ഓഗസ്റ്റ് വർഷകാലം, സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം, ഹേമന്തം നവംബർ ഡിസംബർ ഹേമന്തകാലം. ഓർത്തിരിക്കുക. ഓക്കെ, ഗ്രീഷ്മ. അപ്പോൾ ഈ ഒരു 6 കാലം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. എന്താണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം. അവിടെ ഉത്തരാദിത്ത കോളത്തിൽ അപ്പോൾ എന്താണ്? അപ്പോൾ വസന്തമായിരിക്കും. അത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം. ആ സമയത്ത് ഉത്തരാദിത്ത കോളത്തിൽ എന്താണ്? അവിടെ ഗ്രീഷ്മമായിരിക്കും. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം. അപ്പോൾ ഉത്തരാദിത്ത കോളത്തിൽ എന്തായിരിക്കും? അവിടെ ഹേമന്തമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ എന്നും ഭൂമധ്യരേഖയിലേക്ക്. അപ്പോൾ ഉത്തരാദിത്ത കോളത്തിൽ ശൈത്യം. ഏതെങ്കിലും ഒരു ഗോളം ഉത്തരാദിത്ത ഗോളം പഠിച്ചു വയ്ക്കുക. ക്ലിയറാണ്. ഇനി എന്താ പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാദിത്ത കോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തീർച്ചയായും പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാദിത്ത കോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി രാത്രിയായിരിക്കും. ഇനി പാതിരാസൂര്യൻ നാട്ടിൽ നിന്നത് ആരാണ്? SK പൊറ്റക്കാടാണ്. ക്ലോക്ക് നോക്കിയപ്പോൾ മണി 12 തന്നെ. വാച്ചിലെ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിയിച്ചു. അപ്പോൾ ഞങ്ങളുടെ വാച്ചിലെ ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പാതിരാസൂര്യൻ എവിടെയാണ്? അർദ്ധരാത്രിയിലും സൂര്യൻ. ഒരു ദിവസമല്ല 6 മാസക്കാലം. ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇതാണ് സ്ഥിതി. പകലെന്ന് പറയുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതരുത്. ഇക്കാലത്തെ പകൽ വെളിച്ചം ഏറിയാൽ 1-2 മണിക്കൂർ മാത്രം. നിലത്തെമ്പാടും മഞ്ഞുമൂടിയ അവസ്ഥയാണ്. ഇവിടുത്തെ ജനജീവിതം പരിമിതമായ കൃഷിയുമെല്ലാം ഈ കാലാവസ്ഥ പ്രത്യേകത അനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാട് പാതിരാസൂര്യൻ നാട്ടിൽ എന്ന യാത്രാവിവരണത്തിൽ നിന്ന് ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിങ്ങനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരിക്കുന്നത് തലയ്ക്ക് മുകളിൽ ആയി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്ന് കണക്കാക്കുന്നു. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആസ്പദമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇനി നോക്ക്, പിൽക്കാലത്ത് സമയനിർണ്ണയം കൂടുതൽ ശാസ്ത്രീയമായും കൃത്യമായും നിർമ്മിച്ചു. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭ്രമണം, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്ന സംഗതി അല്ലേ. അപ്പോൾ ഭ്രമണഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഋതുക്കൾ മാറി വരുന്നത് സൂര്യൻ്റെ അയനം മൂലമാണ്. എന്നാൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഓക്കെ, എന്നാൽ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഓക്കെ, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമി അയനം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര? 24 മണിക്കൂറാണ്. മറ്റേ 365 ദിവസം കേട്ടോ. പരിക്രമണത്തിൻ്റെ ഒരു റവല്യൂഷൻ്റെ ടൈം. ഇത് റൊട്ടേഷൻ്റെ ടൈം 24 മണിക്കൂറും. റവല്യൂഷൻ്റെ ടൈം റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം. അത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു 365 ദിവസം. അവിടെയാണ് ഈ ഋതുക്കളൊക്കെ മാറി വരാൻ കാരണം ഈ അയനമാണ്. ഓക്കെ, ഇനി എന്താണ്? സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണെന്ത്? പരിക്രമണമല്ല, ഭ്രമണം റൊട്ടേഷൻ. അത് 24 മണിക്കൂർ എടുക്കുന്നത്. ഭ്രമണം കാരണമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടതിനാൽ സൂര്യോദയം കിഴക്കുന്നത് എന്നായിരിക്കും. ഇനി ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി കോണലിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖകൾ നമുക്ക് ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ വേണ്ടത് 24 മണിക്കൂറാണ്.
അപ്പോൾ മണിക്കൂറിന് നമ്മൾ മിനിറ്റിലേക്ക് എത്ര 24 ഒരു 360 ഡിഗ്രി തിരിക്കാൻ എത്ര 24 മണിക്കൂറുണ്ട്. അപ്പോൾ 360 24 ഡിഗ്രി. ഓക്കെ, 24 മണിക്കൂർ 24 × 60 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ്. ഒരു ഡിഗ്രി രേഖാംശം തിരിയാൻ വേണ്ട സമയം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 1440 മിനിറ്റ് ഡിവൈഡ് 360 വെച്ചിട്ടും 4 മിനിറ്റ് ആയിരിക്കും. 4 മിനിറ്റ് 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു മണിക്കൂർ സമയവ്യത്യാസം. അതായത് ഒരു ലാറ്റിറ്റ്യൂഡും ഇതും തമ്മിൽ 15 ഡിഗ്രി വ്യത്യാസമാണ്. ഒരു രേഖാംശവും മറ്റു രേഖാംശം തമ്മിൽ 15 ഡിഗ്രി വ്യത്യാസമാണ്. അപ്പോൾ ഓക്കെ, 15 ഡിഗ്രി തിരിയാൻ എത്ര വേണ്ടത്? 15 ഡിഗ്രി × 4 അല്ലെങ്കിൽ 15 ഡിഗ്രി തിരിയാൻ. ഓക്കെ, അപ്പോൾ ഒരു ഡിഗ്രി തിരിയാൻ എത്ര? ഒരു ഡിഗ്രി തിരിയാൻ 4 മിനിറ്റാണ് പറഞ്ഞു. ഒരു ഡിഗ്രി തിരിയാൻ 4 മിനിറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ 15 ഡിഗ്രി 15 × 4 എത്ര? 60 മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ്, അതായത് ഒരു മണിക്കൂർ. അപ്പോൾ ഒരു കണക്ക് ഇത്രയേ ഉള്ളൂ. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 × 60 ഒന്നുമില്ല. ഭൂമിയുടെ കോണളവ് എത്രയെ? 360 ആണെന്ന് നമുക്കറിയാം. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖകൾ നമുക്ക് ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ വേണ്ടത് 24 മണിക്കൂറാണ്. അല്ലേ? അപ്പോൾ 24 മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റിയാൽ എത്ര? 24 × 60 എത്ര? 1440 മിനിറ്റാണ്. സംശയമുണ്ടോ? ഇല്ല. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ടത് 1440 മിനിറ്റാണ്. അപ്പോൾ ഒരു ഡിഗ്രി തിരിയാൻ എത്രയെ? 1440 ഡിവൈഡഡ് ബൈ 360 ചെയ്തുകൂടെ? അപ്പോൾ ഒരു ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് കിട്ടി. നമുക്കറിയാം ഒരു രേഖാംശം മറ്റു രേഖാംശം തമ്മിൽ 15 ഡിഗ്രിയാണ്. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ എത്രയാണ്? ഒരു മണിക്കൂർ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മണിക്കൂറിൽ ഭൂമി 15 ഡിഗ്രി രേഖാംശ പ്രദേശമായി സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നു. ഇവിടെ നോക്ക്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ രേഖപ്പെടുത്തുന്ന കിഴക്കോട്ടും സമയക്കുറവ് പടിഞ്ഞാറോട്ടും. അപ്പോൾ കിഴക്കോട്ട് പോകുന്തോറും സമയക്കൂടുതലാണ്. കിഴക്കോട്ട് പോകുന്തോറും സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്ന കിഴക്കോട്ടും, സമയക്കുറവ് എവിടേക്കായിരിക്കും? പടിഞ്ഞാറോട്ടുമായിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ ഗ്രീനിച്ച് ടൈം അല്ലെങ്കിൽ ഗ്രീൻ മെറിഡിയൻ ടൈം, ഗ്രീനിച്ച് മീൻ ടൈം. ഗ്രീനിച്ച് മീൻ ടൈം എന്താണത്? 0 ഡിഗ്രി രേഖാംശം. അപ്പോൾ 2 രേഖകളുണ്ട്. ഇത് രേഖ, ഇത് അക്ഷാംശം. ഇങ്ങനെ വരുന്നത് രേഖാംശം, ഇങ്ങനെ വരുന്ന അക്ഷാംശം. അപ്പോൾ 0 ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാൽ ഇതിനെ ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ എവിടെയും സമയം നിർണ്ണയിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ രേഖ പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗ്രീനിച്ച് രേഖയിൽ പ്രാദേശിക സമയത്തെ ഗ്രീൻ സമയം എന്ന് പറയുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള 24 മേഖലകളാക്കി. അപ്പോൾ ഗ്രീനിച്ച് 0 ആണെങ്കിൽ ഇങ്ങനെ 24 രേഖകൾ അല്ലെങ്കിൽ 24 മേഖലകൾ തിരിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഓരോ രേഖാംശത്തെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടത്ത് പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളെല്ലാം കൂടി രാജ്യത്തെ മുഴുവൻ പൊതുസമയമാണ് സാധാരണ കണക്കാക്കാറ്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങൾ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമാക്കി പരിഗണിക്കാം. അപ്പോൾ ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യമത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശയെ മാനക രേഖാംശമായി കണക്കാക്കുന്നു. സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തെ മാനക സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് എത്രയെ? നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 82°5 82.5 മാനക രേഖാംശമാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് പൂർവ്വ രേഖാംശമായ 68 ഡിഗ്രി 97 വരെയാണല്ലോ. 68 മുതൽ 97 ഡിഗ്രി വരെയാണല്ലോ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. അവയുടെ ഏകദേശം മധ്യത്തായി 82.5 പൂർവ്വ രേഖാംശം അല്ലെങ്കിൽ 82 ഡിഗ്രി ഈസ്റ്റ് ഇന്ത്യയുടെ മാനക രേഖാംശം കണക്കാക്കുന്നു. ഈ രേഖാംശത്തിൽ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയം. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു. ഈ ലൈനിനെ 82 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 150 ഡിഗ്രി രേഖാംശം വരെ 15 ഡിഗ്രിയിലെയും സമയം കണക്കാക്കി വരയ്ക്കുന്നതാണത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 150 ഡിഗ്രി രേഖത്തിൽ എത്തിയാൽ 24 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം കാണാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന ഇവിടെ നോക്ക്. എ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി 150 ഡിഗ്രി രേഖാംശയിലാണ്. എ എന്ന് പറയുന്ന സംഗതി 150 ഡിഗ്രി രേഖാംശ രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക? ഒരു രാജ്യത്തിലൂടെ 150 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. അതായത് ഇവിടെ ഒരു ദിവസവും ഇവിടെ വേറെ ദിവസമായിരിക്കും. ഇവിടെ ഏതായിരിക്കും? ഇവിടെ വ്യാഴമായിരിക്കും. ഇവിടെ വ്യാഴം. ഇവിടെ വ്യാഴവും ഇവിടെ വെള്ളിയുമായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യിക്കാവുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഗണിച്ച് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധം ഈ രേഖ ക്രമീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മുറിച്ച വരകൾ അല്ലെങ്കിൽ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ചത് അതങ്ങനെ സിക്സാക്ക് ആയിട്ടാണ് ഈ രേഖ വരച്ചിരിക്കുന്നത്. 150 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രേഖ മുറിച്ച് കിടക്കുന്ന പടിഞ്ഞോട്ട് പോകുന്ന സഞ്ചാര കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും
പടിഞ്ഞാറോട്ട് പോകുകയാണെങ്കിൽ ഒരു ദിവസം കൂടും, പടിഞ്ഞാറോട്ട് പോകുകയാണെങ്കിൽ ഒരു ദിവസം കൂടും, കിഴക്കോട്ട് പോകുകയാണെങ്കിൽ ഒരു ദിവസം കുറയും. ഈ രേഖ മുറിച്ച് കിടക്കുന്ന പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരി കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവൻ ഒരു ദിവസം കുറച്ചും കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിളിക്കുന്നു. ഇത് 150 ഡിഗ്രി ആണ് ലാറ്റിറ്റ്യൂഡല്ല ലോഞ്ചിറ്റ്യൂഡോ, 150 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് ലോഞ്ചിറ്റ്യൂഡ്, ലോങ് ആയിട്ട് വരയ്ക്കും ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, കാര്യം അതിൻ്റെ ഇപ്പുറത്തെ ഒരു ദിവസം കൂടുതലും ഇപ്പുറത്തെ ഒരു ദിവസം കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് കരയിലൂടെ പോകാതെ ബെറിങ് കടലെടുക്കിലൂടെ, പസഫിക്കിലെ ബെറിങ് കടലെടുക്കിലൂടെ ഇത് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലെടുക്കിലൂടെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. എവിടെയാണ് ഈ രേഖ നോക്ക്, പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലെടുക്കിലൂടെ കടന്നു പോകും. അപ്പോൾ ഇത് വാസമുള്ള ചില ദ്വീപുകൾ ഒഴിവാക്കി ജനവാസമില്ലാത്ത മേഖലയിലൂടെ ഇത് കടന്നു കൊടുക്കുന്നത് ബെറിങ് കടലെടുക്കിലൂടെ. ഓക്കെ, ഇനി അവിടെ നോക്ക്, ഗ്രീനിച്ച് ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം 82 ഡിഗ്രി അഥവാ മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശത്തിന് സമയം 1 മണിക്കൂറാണ്. അപ്പോൾ 82 രേഖാംശം എന്ന് പറഞ്ഞാൽ 82 ഡിഗ്രി വരെ 15 5.5 മണിക്കൂർ വ്യത്യാസം. അപ്പോൾ ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 ഡിഗ്രി ഇന്ത്യയിൽ കൂടുതലായിരിക്കും ഇന്ത്യൻ സമയം ഗ്രീൻ സമയം പ്ലസ് 5.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 12 മണിയാണ് ഗ്രീനിച്ചിലെങ്കിൽ 12 + 5 5:30 PM. ഓക്കെ, ഉദാഹരണം 2, ഇന്ത്യയിൽ തിങ്കളാഴ്ച 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയാണ്? ജപ്പാൻ എന്ന് പറഞ്ഞാൽ 135 ആണ് അതിൻ്റെ രേഖാംശം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജപ്പാൻ വരെ രേഖാംശത്തിൻ്റെ വ്യാപ്തി എത്രയാണ്? 135 - 82 പോയിൻറ്റ് അല്ലേ? ഈ ഒരു വ്യാപ്തി കിട്ടണമെങ്കിൽ ഇത് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടുക? 135 82 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 52:30 കിട്ടും. ഒരു രേഖാംശത്തിന് സമയം 4 മിനിറ്റാണ്. നമ്മൾ ആൾറെഡി പഠിച്ചു. അപ്പോൾ 52 52 3 / 4 210 മിനിറ്റ്. ഈ 210 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയാൽ ജപ്പാൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും 5.5 കിഴക്കായതിനാൽ ഇന്ത്യൻ സമയത്തേക്കാൾ 3 മണിക്കൂർ 30 മിനിറ്റ് മുമ്പിലായിരിക്കും. ഒന്നുമില്ല, രേഖ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതുപോലെ ഇന്ത്യൻ മാനക രേഖാംശ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കി. ഋതുക്കൾ എന്താണെന്ന് നോക്കി. ഇക്വിനോക്സ്, അതുപോലെ വിഷുവങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ ഋതുക്കളെക്കുറിച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കി. ക്ലാസ് ഒന്നുകൂടി വൃത്തിയായിട്ട് കാണുക, നോട്ടുകൾ എഴുതുക, മനസ്സിലാക്കുക. ചോദ്യങ്ങൾ നിന്ന് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഭ്രമണം, എന്താണ് പരിക്രമണം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഈ ഋതുക്കൾ മാറി വരാനുള്ള കാര്യം, എങ്ങനെ രാത്രിയും പകലുണ്ടാവുന്നതിനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രീനിച്ച് ടൈമും ഇന്ത്യൻ ടൈമും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. അത് എങ്ങനെ കിട്ടിയത് നമ്മൾ നോക്കി. അതായത് ഒരു ലാറ്റിറ്റ്യൂഡും ഒരു ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ 15 ഡിഗ്രി വ്യത്യാസം. ആ 15 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എന്ന സംഗതി 1 മണിക്കൂറാണ്. കാര്യം 1 ഡിഗ്രി മൂവ് ചെയ്യാൻ 4 മിനിറ്റ് വേണം. അപ്പോൾ 15 ഡിഗ്രി 15 × 4 60 മിനിറ്റ്. 60 മിനിറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡും അടുത്തൊരു ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ 15 ഡിഗ്രി വ്യത്യാസമായിരിക്കും. ഈ 15 ഡിഗ്രി വ്യത്യാസം കറങ്ങാൻ എടുക്കുന്ന ടൈം 1 മണിക്കൂറാണ്. 1 മണിക്കൂർ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീൻസ് ടൈമും തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 82 ഡിഗ്രി 82.5 ഈസ്റ്റാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ മതി. ദെൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ മതി. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ബെറിങ് കടലെടുക്കിലൂടെ, പസഫിക്കിലെ ബെറിങ് കടലെടുക്കിലൂടെ കടന്നു പോയിട്ടുള്ളത്. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് മറ്റൊരു സിക്സാക്കായിട്ടാണ് വരച്ചിരിക്കുന്ന. കാര്യം അതിൻ്റെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൂടുതലും കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുറവുമാണ്. അപ്പോൾ അത് രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് സിക്സാക്കായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതും ഓർത്തിരിക്കുക. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുവേണ്ട ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.